അന്നേ ദിവസത്തെ ചിലവുകളാണ് നമ്മൾ ഇനി കാണുന്നത്. എക്സ്പെൻസസ്. അതിൽ ഫസ്റ്റ് സ്റ്റേഷനറി. അന്നേ ദിവസം നടന്ന സ്റ്റേഷനറി എക്സ്പെൻസുകൾ. ഡിസ്കൗണ്ട് അലൗഡ്. എത്ര കസ്റ്റമേഴ്സ്, ആദ്യത്തെ ഇനോഗ്രേഷൻ ദിവസമായിരുന്നു, ഒരുപാട് കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഡിസ്കൗണ്ട് എമൗണ്ട് 350 റുപ്പീസ്. അത് നമുക്കൊരു ചിലവാണ്. നമ്മൾ ബില്ലടിക്കുന്നത് 1000 രൂപയാണെങ്കിൽ 1000 രൂപ ബില്ലടിച്ചു. അതിൽ 10 രൂപ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലും ആ ഡിസ്കൗണ്ട് വേറെ തന്നെ എഴുതി വെക്കുന്ന ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചത്. അപ്പോൾ സെയിൽ 1000 രൂപേൻ്റെ സെയിൽ 10% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും 1000 രൂപ സെയിൽ എന്നാണ് വന്നിട്ടുണ്ടാവുക. അത് ആ എമൗണ്ട് ടോട്ടൽ സെയിലിൽ വന്നിട്ടുണ്ടാവും. അതിൽ കുറഞ്ഞിട്ടുള്ള ആ 100 റുപ്പി 10% എന്ന 100 റുപ്പി എമൗണ്ട് പിന്നീടാണ് ഡിസ്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നത്. അങ്ങനെ എത്ര ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ടോട്ടലാണ് ഈ 350. ഡെക്കറേഷൻ എക്സ്പെൻസസ്. ഇനോഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് നടന്ന കുറച്ച് എക്സ്പെൻസുകളാണ്. പ്രൊമോഷണൽ എക്സ്പെൻസസ് 49 റുപ്പീസ്. കൗണ്ടർ, അന്നേ ദിവസം കൗണ്ടർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 743 രൂപ ഷോർട്ടുണ്ട്. ടോട്ടൽ 4 കൗണ്ടേഴ്സ് ഉണ്ട്. വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. ആ 4 കൗണ്ടേഴ്സിൽ കൂടെ 743 രൂപ ഷോർട്ടുണ്ട്. ഇനോഗ്രേഷൻ ദിവസമാണ്. പല സ്റ്റാഫിനും ട്രെയിനിങ് കിട്ടിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു അത്. ഫ്രൈറ്റ്, ട്രാൻസ്പോർട്ട് എന്നിവയ്ക്ക് മൊത്തം 1359 രൂപ. പിന്നെയും കുറച്ച് പ്രൊമോഷണൽ എക്സ്പെൻസ് ഉണ്ട്. തെക്സി എൻ്റർടൈൻമെൻറ്റ്, അവർക്ക് 3,07,000 റുപ്പീസ് കൊടുത്തിട്ടുണ്ട്. ഇനോഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് സെലിബ്രിറ്റി കുറച്ച് എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾക്കെല്ലാമുള്ള അവരുടെ ഫീ ആയിരുന്നു. ക്യാഷ് ആയിട്ടാണ് ഒരു എമൗണ്ട് അവർക്ക് കൊടുത്തത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, സൂപ്പർ മാർക്കറ്റിൻ്റെ കൂടെ ഫുഡ് കോർട്ട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ആ ഫുഡ് കോർട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസാണ് 1212. അതെല്ലാം കൂടി ടോട്ടൽ ചെയ്താൽ 3,11,421 റുപ്പീസാണ് ടോട്ടൽ വരുമാനം. ഇതാണ് 8,24,043. ടോട്ടൽ വരുമാനം എന്ന് പറഞ്ഞാൽ 6,17,000 ഓപ്പണിംഗ് ക്യാഷാണ്. ബാക്കിയുള്ളത് വരുമാനമാണ്. അതിലേക്ക് ഓപ്പണിംഗ് ക്യാഷിലേക്ക് അന്നത്തെ മൊത്തം വരുമാനങ്ങൾ, 2 സെയിലും അന്നത്തെ അട്ടവിറ്റ പൈസയും കൂടി മിക്സ് ചെയ്ത് അന്നത്തെ ടോട്ടൽ ക്യാഷ് കിട്ടി. അതിൽ നിന്ന് ഈ ക്യാഷ് കുറച്ചു. അപ്പോൾ ബാലൻസ് വരുന്നതാണ് 5,12,622 രൂപ.